എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു തേങ്ങ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ധാരാളം ചെടികൾക്ക് ധാരാളം പൂക്കൾ ഉണ്ടാവാനായിട്ടും പച്ചക്കറികൾ ധാരാളം കായ്ഫലം തരാനായിട്ടും ഒക്കെ നമുക്ക് തേങ്ങാവെള്ളം ധാരാളമായിട്ട് യൂസ് ചെയ്യാം. തേങ്ങാവെള്ളം ധാരാളം പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് തേങ്ങാവെള്ളം. ഇത് പൊട്ടിച്ച് ഉടനെ ഉപയോഗിക്കുന്നതും 2 ദിവസം പുളിപ്പിച്ച് ഉപയോഗിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ട രീതിയും ഒക്കെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് മുരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ മാറി ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനും പുതിയ തളിർപ്പും കാര്യങ്ങളൊക്കെ വരാനുമായിട്ടുള്ള വേറൊരു സൊല്യൂഷനൂടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ 3 രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ എല്ലാവരും കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോകല്ല കേട്ടോ. നമ്മൾ ആവശ്യമില്ലാത്ത കെമിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ നമ്മുടെ ചെടികൾക്ക് വാങ്ങിച്ച് കൊടുക്കാതെ നമ്മുടെ വീട്ടിൽ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് സഹിക്കാൻ പറ്റാതെ നമ്മുടെ ചെടികൾ അത്രമേൽ നശിച്ചു പോയാൽ മാത്രമേ നമ്മൾ കെമിക്കലായിട്ടുള്ള എന്തെങ്കിലും യൂസ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറൽ ഐറ്റംസ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ചില പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചില രീതിയിൽ കെമിക്കൽസ് ഉപയോഗിച്ച് കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ആ ചെടി അങ്ങ് നശിച്ചു പോകുന്ന അവസാന ഘട്ടം വരെ എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ അത് പ്രയോഗിക്കാവുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. വല്ലപ്പോഴും ഒരു മുരടിപ്പോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടോ എങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രം മതി. അതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മുടെ ചെടികൾക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ എപ്പോഴൊക്കെയാണ് ഇതൊക്കെ കൊടുക്കേണ്ടതെന്നുള്ള കാര്യമെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കാണുക. എല്ലാ വീഡിയോസിൻ്റെയും താഴെ ഓരോന്നിനും ലിങ്ക് ഞാൻ മൊത്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയി കാണുക കേട്ടോ. പിന്നെ ഒരു കാര്യം ഒന്ന് ഓർക്കണം, നമുക്ക് ഷോർട്ട് വീഡിയോയുടെ താഴെ ഇപ്പോൾ ലിങ്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അത് യൂട്യൂബ് അത് റദ്ദാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ഷോർട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നേരിട്ട് ചാനലിൽ വന്ന് കാണാൻ മറക്കല്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാനിപ്പം നമ്മുടെ ചെടികൾക്ക് നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന നമ്മുടെ തേങ്ങാവെള്ളമാണ് എടുത്തേക്കുന്നത്. ഒരു തേങ്ങ ഏകദേശം ഒരു മുഴുത്ത തേങ്ങയുടെ വെള്ളം ഏകദേശം ഒരു വലിയ കപ്പ് നിറച്ച് കിട്ടി. അതായത് നമ്മുടെ ചായ കുടിക്കുന്ന ഒരു വലിയ കപ്പ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. എത്രയാണെങ്കിലും കുഴപ്പമില്ല. അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഡൈല്യൂട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തേങ്ങാവെള്ളത്തിനകത്ത് ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. മണ്ണിലെ നല്ല ബാക്ടീരിയകളെ വളർത്തിയെടുക്കാനായിട്ട് ഈ ഒരു തേങ്ങാവെള്ളം വളരെയധികം നല്ലതാണ്. ചെടികളെ ഹെൽത്തി ആയിട്ട് വളരാനായിട്ടും നല്ല ആരോഗ്യവും കരുത്തോടു കൂടി വളരാനായിട്ടും തേങ്ങാവെള്ളം വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെടികളൊക്കെ ഒരുമാതിരി ഇലയൊക്കെ കരിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ തേങ്ങാവെള്ളം പൊട്ടിച്ച ഉടനെ തന്നെ ആ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മണ്ണിൽ വെച്ച ചെടിയാണെങ്കിലും ചെടിച്ചട്ടിയിൽ വെച്ച ചെടിയാണെങ്കിലും ഒക്കെ പൊട്ടിച്ച ഉടനെ തന്നെ, അതായത് കരിഞ്ഞ ഇലകളൊക്കെ കരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ. പൊട്ടിച്ച ഉടനെ തന്നെ ആ തേങ്ങാവെള്ളം ചെടികളുടെ ചുവട്ടിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ പല പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ആ ഇലകളുടെ കരിച്ചിലൊക്കെ മാറുന്നതായിരിക്കാം. ഇലകൾ വെറുതെ കരിയുന്നതാണ്. അതായത് മഴയുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും ഏത് സമയത്തും ഇങ്ങനെ കരിഞ്ഞ പോലെ ചെടി നിൽക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ അങ്ങനെ ചെയ്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. അത് നല്ലൊരു റിസൾട്ടാണ്. എനിക്ക് എൻ്റെ മുന്തിരിച്ചെടി അങ്ങനെ കരിഞ്ഞ ഇലകൾ വന്നപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിരുന്നു. ഞാൻ ഒരു ദിവസം അത് നിങ്ങളെ കാണിക്കാം എന്തായാലും. ഇപ്പം ഞാൻ നമ്മുടെ റോസാ ചെടി മുതൽ ഏത് ചെടികൾക്കും നല്ലപോലെ പൂക്കളുണ്ടാവാൻ സഹായിക്കുന്ന ഒരു തേങ്ങാവെള്ളം വെച്ച് നമ്മൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത്. അതിനകത്ത് ഞാൻ പൊട്ടിച്ച ഒരു കപ്പ് തേങ്ങാവെള്ളം എടുത്തു. അതിനകത്തേക്ക് ഞാൻ 1 ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികളിൽ ഇതുപോലെ ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും മണ്ണൊന്ന് ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിപ്പം എൻ്റെ ബോഗൺവില്ലയ്ക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് ചെടിക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓൾറെഡി റോസകൾക്കൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വളമൊക്കെ കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനൊന്നും ഒഴിച്ച് കാണിക്കുന്നത്. അപ്പോൾ റോസയ്ക്കൊക്കെ ഇത് കൊടുത്താൽ നല്ലതായിട്ട് പൂക്കളുണ്ടാവും. 15 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ചേറെ ചെടികളുണ്ട്, അതിനൊക്കെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് കൊടുക്കണം. തേങ്ങാവെള്ളം പൊട്ടിച്ച് ഉടനെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ. പൊട്ടിച്ച് ഉടനെ അതിനകത്തേക്ക് 1 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതായത് പുളിച്ച് കഴിഞ്ഞിട്ട് തേങ്ങാവെള്ളത്തിൻ്റെ ഘടനയൊക്കെ പെട്ടെന്ന് മാറും. അപ്പോൾ അതിന് വേറെ കുറച്ച് ഘടകങ്ങളാണ് അതിൽ കൂടുതൽ വരുന്നത്. അപ്പോൾ പൊട്ടിച്ച് ഉടനെ ധാരാളം പൊട്ടാഷ് കണ്ടന്റ് ധാരാളം അടങ്ങിയിരിക്കും തേങ്ങാവെള്ളത്തിൽ. പൊട്ടിച്ച തേങ്ങാവെള്ളം ഉടനെ എടുക്കുന്ന തേങ്ങാവെള്ളത്തിൽ പുളിപ്പിക്കുമ്പോൾ അത് വേറെ രീതിയിലേക്ക് മാറും. അപ്പം ഞാൻ ഇനി പുളിപ്പിച്ച തേങ്ങാവെള്ളം, ഇത് പുളിപ്പിച്ച തേങ്ങാവെള്ളമാണ്. അപ്പോൾ അതെങ്ങനെ കൊടുക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ പുളിപ്പിച്ച തേങ്ങാവെള്ളം നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യും. പച്ചക്കറികളൊക്കെ പെട്ടെന്ന് തഴച്ച് വളരാൻ, ആ ചെടി ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് വളരാനായിട്ടും കായ്ഫലം കുറേ തരാനായിട്ടും ഒക്കെ ഈ പുളിപ്പിച്ച തേങ്ങാവെള്ളം വളരെയധികം സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് ഈ പുളിപ്പിച്ച തേങ്ങാവെള്ളം
കൊടുക്കുന്നത് മൂലം ചെടി ഹെൽത്തി ആയിട്ട് വളരാനായിട്ടും പെട്ടെന്ന് വളർച്ച കൂടുതൽ വേഗത്തിലാക്കാനായിട്ടും സഹായിക്കുന്നു കേട്ടോ. ആദ്യം ഞാൻ പുളിപ്പിക്കാത്ത തേങ്ങാവെള്ളത്തിൽ 1 ലിറ്റർ വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് കൊടുത്തു എങ്കിൽ രണ്ടാമത് ഞാൻ പുളിപ്പിച്ച തേങ്ങാവെള്ളത്തിലേക്ക് 2 ലിറ്റർ വെള്ളമാണ് ഡൈല്യൂട്ട് ചെയ്ത് കൊടുത്തത്. അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ പച്ചക്കറി തൈകൾക്കും എല്ലാ പച്ചമുളക് തൈ അങ്ങനെയുള്ള എല്ലാത്തിനും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പൂച്ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ വളർച്ച വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സഹായകരമാകുന്നത്. പുളിപ്പിക്കാത്ത തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുത്താൽ ധാരാളം പൊട്ടാഷ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ധാരാളം ചെടികൾ ധാരാളമായി പൂക്കാൻ വളരെയധികം സഹായിക്കുന്നു കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് നമ്മുടെ പച്ചമുളക് തൈക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം നല്ലപോലെ കായ്ഫലം തരുന്ന ഒരു മുളകാണിത്. അപ്പോൾ ഇടയ്ക്ക് ഞാനിതുപോലെ തേങ്ങാവെള്ളം പുളിപ്പിച്ചിട്ട് ഇതുപോലെ വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് ഇതിന് ഒഴിച്ചു കൊടുത്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. നല്ലപോലെ പച്ചമുളക് തൈ, അതായത് നല്ലപോലെ വളർച്ചയുണ്ടായി ആ ഒരു ചെടിക്ക് ധാരാളം മുളകും ഉണ്ടാകാൻ തുടങ്ങി. അപ്പം നിങ്ങൾ ഇപ്പോൾ പച്ചമുളക് തൈയൊക്കെ മേടിക്കുകയാണെങ്കിൽ ഇതുപോലെ തളർത്ത് ആ ഒരു പൂ ഇടുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് 1 കപ്പ് വെള്ളം അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഒരു 2, 3, 4 ഗ്രാമ്പു അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. 3-4 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏലക്കായും ഗ്രാമ്പും ഒക്കെ നമ്മുടെ ചെടികളുടെ മുരടിപ്പും ആ ഒരു ഇലമുരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ പ്രാണികളുടെ ശല്യമൊക്കെ മാറ്റാനായിട്ട് വളരെയധികം നല്ലതാണ് കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൊണ്ടിട്ട് ഒന്ന് തിളപ്പിക്കുകയാണ്. ഈ തിളപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയിൽ ധാരാളം ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയൊക്കെയാണ് മഞ്ഞൾപ്പൊടി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ ചെടികളുടെ മുരടിപ്പ് മാറാനായിട്ടും ചെടികളുടെ മഞ്ഞ ഇലകളൊക്കെ മാറാനായിട്ടും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു സൊല്യൂഷനാണ് ഈ മഞ്ഞൾപ്പൊടി എന്ന് വെച്ചാൽ കേട്ടോ. മഞ്ഞൾപ്പൊടി പല രീതിയിലും കൊടുക്കുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒരു 3/4 ലിറ്റർ വെള്ളവും കൂടെ ചേർത്തിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രം വേണം നമ്മളെ ചെടികളുടെ ഇലകളിലും തണ്ടുകളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. റോസ് മുതൽ ഏത് ചെടികൾക്കും നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. മുരടിച്ച അവസ്ഥയിലൊക്കെ നിൽക്കുന്ന ചെടികളാണെങ്കിൽ ഒരുപാട് മുരടിപ്പും പ്രശ്നങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നമുക്കിത് ആദ്യം ചെയ്ത് കൊടുത്താൽ തന്നെ ആ ഒരു മുരടിപ്പും പ്രശ്നങ്ങളും മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറി ചെടികളും ചിലപ്പോൾ പച്ചമുളക് തൈയൊക്കെ മുരടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഇതുപോലെ സ്പ്രേ ബോട്ടിലിനകത്താക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. പ്രാണികളുടെ ശല്യവും കീടങ്ങളുടെ ശല്യവും ഒക്കെ വൈകുന്നേരങ്ങളിലായിരിക്കും കൂടുതലും ചെടിയെ ആക്രമിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് മുരടിപ്പൊക്കെ ഉണ്ടെങ്കിൽ 2-3 പ്രാവശ്യം ആഴ്ചയിൽ ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 15 ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. നല്ലൊരു റിസൾട്ടാണ്. ഞാനിപ്പോൾ ഇത് കാണിച്ചത് കൊണ്ട് ഒന്നിച്ച് എല്ലാത്തിലൂടെ കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും തളിച്ച് കൊടുക്കുകയും ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ ചെടിക്ക് മുരടിപ്പും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ചെയ്ത് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ 15 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യം കാണിച്ച ആ ഒരു നമ്മുടെ തേങ്ങാവെള്ളം ഉപയോഗിക്കുമ്പോഴും നമ്മൾ എന്തെങ്കിലും വളം ഇപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉടനെ അതിൻ്റെ കൂടെ കൊണ്ട് ഒഴിച്ചു കൊടുക്കല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം തേങ്ങാവെള്ളം നമ്മൾ 2 രീതിയിൽ കൊടുക്കുന്നത് എങ്ങനെയാണ് കാണിച്ചത് അതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ വളങ്ങൾ കൊടുക്കാനായിട്ട്. അല്ലാതെ ഞാൻ എന്നും വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഓടി ചെന്ന് വളങ്ങൾ അതിന് ഒഴിച്ചു കൊടുക്കുകയേ ചെയ്യരുത്. പ്രത്യേകം ഒന്നുകൂടെ പറയുകയാണ്. എന്നിട്ട് ചെടി നശിച്ചു പോയിട്ട് എന്നെ ആരും കുറ്റം പറഞ്ഞേക്കല്ലേ. ഞാൻ എപ്പോഴും പറഞ്ഞിരുന്ന കാര്യമാണ് ഇങ്ങനെ ചെയ്യാവുള്ളൂ എന്ന് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അടുപ്പിച്ചടുപ്പിച്ച് ഒരിക്കലും വളം കൊടുക്കരുത്. ഗ്യാപ്പിട്ടേ കൊടുക്കാവുള്ളൂ എല്ലാവരും. നമ്മുടെ ചെടി നല്ലപോലെ പൂക്കളിട്ട് നിൽക്കുന്ന കാണുന്നത് നമുക്ക് ഇഷ്ടമല്ലേ. അല്ലാതെ കരിഞ്ഞുണങ്ങി നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. പ്രത്യേകിച്ച് നേഴ്സറിൽ നിന്നൊക്കെ പൈസ കൊടുത്ത് വാങ്ങിച്ച ചെടി നശിച്ചു പോകുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമല്ലേ. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് വളങ്ങളൊക്കെ കൊടുത്ത് കറക്റ്റായിട്ട് മുരടിപ്പും പ്രശ്നത്തിലുള്ള പെസ്റ്റിസൈഡും ഫംഗിസൈഡും ഒക്കെ സ്പ്രേ ചെയ്ത് നാച്ചുറലായിട്ടൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ.